ഹലോ കൂട്ടുകാരെ, ഇന്ന് കുറച്ച് ഇഞ്ചിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് മുഴുത്ത ഇഞ്ചി കിട്ടി. അപ്പോൾ ഇതൊന്ന് നടണം, ഒരു പച്ചക്കറി പറിക്കണം. അത് നല്ല പച്ചക്കറിയാണ്, നിങ്ങൾ കാണണം കേട്ടോ. എന്നിട്ട് അവസാനം ഞാനൊരു ടിപ്പും പറഞ്ഞു തരും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഓക്കെ, നമുക്ക് ഇഞ്ചി ഒന്ന് നടാവോ? വരും, നമുക്ക് നടണം എങ്ങനെയെന്ന് നോക്കാം. വരും. ഇവിടെയാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഒന്ന് വെട്ടി ശരിയാക്കാം. വെട്ടി ഇളക്കി. ഇനി നമുക്ക് ഈ മണ്ണിനെയൊക്കെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കൊടുക്കാം. നീളത്തിൽ ഇതുപോലെ ചാല് പോലെ ഇങ്ങനെ ഒന്ന് ഒരു തടം ഇങ്ങനെ എടുക്കണം. ഇതാ കുമ്മായം ഒരു 2 സ്പൂൺ കണക്കാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഇത്രയും വേണം, അല്ലെങ്കിൽ 1 സ്പൂൺ മതിയായിരുന്നു. ആദ്യം നമുക്കിവിടെ നിന്ന് കുമ്മായം ഇടാം. കുറേ ചകിരി ഇടും. ഇത് ചകിരിച്ചോറിന് പകരമാണ്. ചകിരിച്ചോറ് എപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. വീട്ടമ്മമാർക്ക്, വീട്ടിലിരിക്കുന്ന പുറത്തോട്ട് പോകാത്തവർക്ക് ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ പൊതിക്കുന്ന തേങ്ങയുടെ തൊണ്ട് അതിൽ നിന്ന് ചകിരി എടുത്ത് ഇതുപോലെ കുറച്ച് ശേഖരിച്ച് വെക്കണം. ഇതുപോലെ കുറേ ചകിരി എടുത്തിട്ട് നമ്മൾ ഇതിനെ മൊത്തത്തിലൊന്ന് ഇടണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഈർപ്പം നിൽക്കാനാണ്. പിന്നെ ഒരു നല്ല വളവുമാണ്. ഈ മണ്ണിൻ്റെ അടിയിൽ ഈർപ്പം നിൽക്കും. ചകിരിച്ചോറുണ്ട്, ഇത് മാറ്റി വയ്ക്കും. ഇത് അവസ്ഥ ഇതുപോലെ കരിയില, കുറേ കരിയില വാരി നമ്മൾ ഇതിൻ്റെ പുറത്തന്നെ ഇടണം. കരിയിലയോ ഇതുപോലെ പുല്ല് പറിച്ചിട്ട് അത് ഉണങ്ങിയതോ എന്ത് വേണോ ആവാം. ഇതുപോലെ നല്ലതായിട്ട് കുറേ നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ വെട്ടി വെച്ചിട്ട് കുറേ മണ്ണ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതാണ് ജൈവവളം. ഇത് കുറേ ദിവസം അരിഞ്ഞ പച്ചക്കറിയുടെ വേസ്റ്റുകളും ചാമ്പലും അടുക്കള വേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് ഞാൻ വാരി വെച്ചിരുന്നതാണ്. ഇതുപോലെ തന്നെ അവിടെ കുറേ വാരി വെച്ചിട്ടുണ്ട്. വാരിയതാണ്. ഇതിനെ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നല്ല മണലടങ്ങിയ നല്ല മണ്ണാണ്, പുറം മണ്ണ്. ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വെച്ചിരുന്നതാണ്. വെട്ടിയതല്ലേ വേറെ. അത് നമുക്ക് കുറച്ച് മണ്ണ് കൂടെ എൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പുറം മണ്ണ് കൂടെ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ മണ്ണൊരുങ്ങി. ഇഞ്ചി നടാനുള്ള മണ്ണ് റെഡിയായി. നമുക്കിതിലോട്ട് ഇഞ്ചി നടാം. ഓരോ ഇഞ്ചിയായിട്ട് എടുത്ത് ഇതാ മുള വരുന്ന സൈഡ് കണ്ട, ഈ മുള വരുന്ന ഭാഗം നമ്മൾ മുകളിലോട്ടാക്കി ഒരു അര ഇഞ്ച് താഴ്ത്തി നടണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അത്രയും ഇടവിട്ട് നടണം. ഇഞ്ചിയെല്ലാം നട്ടു. നമുക്കിതിലോട്ട് വെള്ളം തളിച്ച് കൊടുക്കാം. ഇനി ഇത് മുള വന്ന് കഴിയുമ്പോൾ നമ്മളിതിന് ആദ്യം ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇത്തിരി ഒരു 4-5 ഇല പരുവായി കഴിയുമ്പോൾ നമ്മൾ കോഴിക്കാരം കൊടുക്കണം. കോഴിക്കാരം ഇടുമ്പോൾ അതിന് ചുവട്ടിലിടരുത്, ശകലം ദൂരത്താക്കി കോഴിക്കാരം ഇട്ട് കൊടുക്കണം. എന്നിട്ട് മണ്ണണച്ച് കൊടുക്കണം. മണ്ണണച്ചിട്ട് നമ്മൾ പിന്നെ 1-2 മാസം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വളം ഇട്ട് കൊടുത്താൽ മതി. കോഴിക്കാരമോ ചാണകപ്പൊടിയോ ഇതുപോലെ അടുക്കള വേസ്റ്റോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഇതിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. ഇതുപോലെ ഒരു മൂട് ഞാൻ അവിടെ നട്ടിട്ടുണ്ട്. ഒരു മൂടല്ല, ഒരു 5-6 മൂട് നട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരും. കാണിച്ചു തന്നതുപോലെ നട്ടതാണിത്. കണ്ട, തഴച്ച് നിൽക്കുന്നത്. ഇത് ഇനി വെട്ടിയെടുക്കാറാവുമ്പോൾ കാണിച്ചു തരാം. ഇഞ്ചി നടയിൽ
ഇഞ്ചി കാണിച്ചു തരുകയും ചെയ്തല്ലോ. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി പറിക്കാമെന്ന്, പച്ചക്കറിക്കായ തോപ്പിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പായി മാമുണ്ട് ചായ ഉറങ്ങി, വെള്ളരി പിഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി. എന്നാലേ നമുക്ക് വെള്ളരി പിഞ്ച് തന്നെ പറിക്കാം. പറിച്ചാലോ? വരൂ, കാണിച്ചു തരാം. ഹായ്, കണ്ടാ? ഇത് ഒരെണ്ണം കാണിച്ചു തരാൻ വരും. ഹായ്, അടുത്തത് കാണൂ. കണ്ടോ? 2 വലിയ വെള്ളരിക്ക. ഇനി അടുത്തൊരു ചെറുത് കാണിച്ചു തരാം. ഇതാ ചെറുതായിട്ട് ഉണ്ണിക്ക പോലെ വരുന്നതേ ഉള്ളൂ. കണ്ടോ? ഇത് കൂടാതെ ഞാൻ ആദ്യം ഇതിൽ നിന്ന് 3 വെള്ളരിക്ക പറിച്ചു. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല നല്ല മുഴുത്ത് നിൽക്കുക, നല്ല പരുവായി. ഇത് ഒരെണ്ണം. ഇതിലിതാ ചെറിയ പിഞ്ചുകൾ വീണ്ടും വരുന്നുണ്ട്. ഇനിയും കായ് ഇവിടെ പിഞ്ചുണ്ടായിരുന്നു. ഇതാണ്ട് ഇതൊക്കെ മൂടി വെക്കണം ഇനി. അതുപോലെ തന്നെ മേളിലും ഈ ഭാഗത്തൊക്കെ തന്നെ നല്ല പിഞ്ചുകളുണ്ട്. കണ്ട് ഇവിടെയൊക്കെ പിഞ്ച് ഇതാ കിടക്കുന്ന പിഞ്ച് ഇതാണ്ടായിരുന്നു. പൂക്കളുമായിട്ടൊക്കെ നിറയെ നിൽക്കുകയാണ്. ഇനിയും ഒത്തിരി കായ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കിട്ടുമായിരിക്കാം. അടർത്തി എടുക്കാം. വലിയ 2 വെള്ളരിക്ക, ഏകദേശം ഒരു 5 കിലോ വരും. നല്ല വെയിറ്റ് ഉണ്ട്. കണ്ട? ഇനി ടിപ്പ് കാണിച്ചു തരട്ടെ. കാണിച്ചു തരാം. ഇതിൽ നിന്നൊരു വെള്ളരിക്ക എടുത്ത് കഴുകിയിട്ട്, ഇതെന്ന് വെച്ചാൽ ഒരു വിഷവും ഇടാത്ത വെള്ളരിക്കയാണ്. നമുക്ക് ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വെയിലത്ത് നിന്നും ചാണകം ഇട്ടും ഉരവിട്ടും ഒക്കെ കഷ്ടപ്പെടുന്നതാണ്. പോയി എൻ്റെ പല ആൾക്കാരും എന്നോട് ചോദിച്ചായിരുന്നു, എന്തിന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, 50 രൂപയോ 100 രൂപ കൊടുത്താൽ ഇതുപോലെ ഒരു വെള്ളരിക്ക വാങ്ങിക്കൂടെ, വെള്ളരിക്കയിലെ ഏത് പച്ചക്കറിയായാലും. അപ്പം ഞാൻ പറയുന്നത് എന്തെന്നറിയാമോ, നമുക്ക് അസുഖങ്ങൾ കൂടി വാങ്ങാം. പച്ചക്കറി മാത്രമല്ല, നമ്മൾ ഈ വിഷം തെളിച്ചുകൊണ്ടാണ് പച്ചക്കറിയല്ലേ കിട്ടുള്ളൂ കടയിൽ നിന്ന്. നമുക്ക് വീട്ടിലാകുമ്പോൾ ഒരു വിഷവും ഇല്ലാത്ത ശുദ്ധമായതാണത്. ഈ വെള്ളരിക്കയിലെന്ന് വെച്ചാൽ ഫാറ്റ് ഒട്ടുമേ ഇല്ലാത്തതാണ്. ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്ന് ഡെയിലി ഓരോ പീസ് ഇതുപോലെ വെള്ളരിക്ക വാങ്ങി കഴിക്കുകയോ സലാഡാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ഒരുപാട് വൈറ്റമിൻ അടങ്ങിയ ഒരു നല്ല ഒരു പച്ചക്കറിയാണ് വെള്ളരിക്ക. സാമ്പാറിനും അവിയൽ, കിച്ചടി, പുളിശ്ശേരി എന്ന് വേണ്ട എല്ലാ കറികളിലും നമ്മൾ ഈ വെള്ളരിക്ക ഉപയോഗിക്കും. കണ്ട? എന്ത് നല്ല വെള്ളരിക്ക. കണ്ട? ഇത് കറി വയ്ക്കാൻ തന്നെ എന്ത് ടേസ്റ്റ് എന്നറിയാമോ? സാധാരണ നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ അത് വേകാൻ ഇത്തിരി പാടാണ്. ഇത് വേകാൻ എളുപ്പമാണ്. അതുപോലെ വെന്ത് കഴിഞ്ഞാൽ സ്മൂത്താണ്. കിച്ചടിക്കൊക്കെ നമുക്കിത് ഒരു തരി പോലും കിട്ടില്ല. ഇതും ഇതാ ഇത്തിരി കുരു, ഇതുപോലുള്ള കുരു ഇച്ചിരി മിറ്റി ആയിക്കഴിഞ്ഞാൽ ഈ കുരു നമ്മൾ 5-6 കുരു കൊണ്ടുതാ ഇത് നല്ല മുറ്റി ഈ കുരു വതച്ചിട്ടാൽ തന്നെ വെള്ളരിക്ക കിട്ടും. നമുക്ക് ഒരുപാട് പറമ്പൊന്നും വേണ്ട. നമ്മുടെ വടക്ക് വശത്ത് ഏതെങ്കിലും ഒരു ഇച്ചിരി ഇടം ഉണ്ടെങ്കിൽ അവിടെ കുഴിച്ചിട്ടിട്ട് ഒരു അറ്റത്തോട്ട് ഒതുക്കി വിട്ടു കൊടുത്താൽ മതി, ഇത് പടരും. അടുക്കളയിൽ എഴുതുന്ന വേസ്റ്റോ ഈ അടുക്കള വരുന്ന കിച്ചൺ വേസ്റ്റുകൾ, ചോറ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുഴിച്ചിടാം. പക്ഷേ തൊട്ട് മൂട്ട് ഇടരുത്, മൂട് അഴുകിപ്പോവും. കുറച്ച് ദൂരത്താക്കി വട്ടത്തിൽ ഇട്ട് കൊടുത്താൽ, മണ്ണ് ഇട്ട് കൊടുത്താൽ നല്ല വളമാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ ട്രിക്ക്. കടിക്കുണ്ടാക്കണം. കടിക്കുന്ന മുമ്പേ അങ്ങ് മുറിഞ്ഞു പോകുന്നതാ. ഇങ്ങനെയാണ് സാധാ വെള്ളരിക്ക നമ്മൾ കടിച്ചെടുക്കേണ്ടത്. ഇത് കടിക്കണ്ട, അത്രയ്ക്ക് സ്മൂത്താണ്. നല്ല വെള്ളരിക്കയാണ്. ഒരു വളം ഇടാത്തത് കൊണ്ടാണ് ഇത്ര ഫ്രഷായ വെള്ളരിക്ക കിട്ടിയത്. ഇനി നമുക്കൊരു ടിപ്പുണ്ട്, അത് ഞാൻ പറയട്ടെ എന്താണെന്ന്. ഇത് നമ്മളൊരു ബൗളെടുത്തിട്ട് പിന്നെ ചോറ് ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം. ഈ ചോറ് അരിഞ്ഞെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടെ
ഇതിലോട്ട് ഇടണം. ഇട്ടതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുഖകാന്തിയും മുഖ സൗന്ദര്യവും മുഖത്തെ ചൂട് മാറാൻ നല്ലതാണ്. നമ്മളിത് സ്ഥിരമായിട്ട് ഈ വെള്ളരിക്ക ഒരു ദിവസം നമ്മൾ 2-3 പ്രാവശ്യം മുഖത്ത് പോയിട്ട് നമ്മുടെ കണ്ണിലുള്ള ഈ പഴുപ്പ് അതൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് ചാടി വരും. എന്താണെന്ന് വെച്ചാൽ മുഖം തണുക്കും. അത്രയ്ക്ക് നല്ല ഒരു സാധനമാണ് ഈ വെള്ളരിക്ക. ഈ ഇതുപോലെ മഞ്ഞ പുരട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് പച്ചക്കറി കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ വെള്ളരിക്കയുടെ ചോറെടുത്ത് കഴിച്ചാൽ മതി. എന്നിട്ട് ഈ വെള്ളരിക്ക ചോറ് മുഖത്തും പുരട്ടണം, കളയരുത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നല്ല ഒരു ടിപ്പാണ്. ഇതുപോലെ മുഖത്ത് പുരട്ടി കൊടുക്കണം. മഞ്ഞ പുരട്ടിയില്ലെങ്കിൽ വെറും ചോറായാലും മതി. പുരട്ടിയാൽ മുഖകാന്തിയും സൗന്ദര്യവും കളർ വയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. മുഖത്തിന് തണുപ്പ് കിട്ടാനും ഏറ്റവും നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതുപോലുള്ള വെള്ളരിക്ക പറിക്കാൻ നിങ്ങളും ശ്രമിക്കണം. എന്നെപ്പോലെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പാഴാക്കി കളയാതെ ഇതുപോലുള്ള പച്ചക്കറികൾ നട്ട് വളർത്തി നല്ല ശുദ്ധമായ പച്ചക്കറി കഴിച്ചാൽ രോഗത്തിൽ നിന്ന് മുക്തമാവാം. എനിക്ക് യാതൊരു രോഗവുമില്ല. ഒന്നിനും ഞാൻ മരുന്നും കഴിക്കുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാം ഞാൻ കുറേ കാലം തൊട്ട് എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ നട്ടെടുക്കുകയാണ്. വല്ല വിശേഷം വരുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും പച്ചക്കറി വേണമെങ്കിൽ മാത്രമാണ് പുറത്തു നിന്ന് വാങ്ങുന്നത്. അല്ലാതെ പച്ചക്കറികളൊന്നും പുറത്തു നിന്ന് വാങ്ങാറില്ല. എല്ലാം എൻ്റെ കൈ കൊണ്ട് ഞാനിവിടെ പരിപാലിച്ചെടുക്കുകയാണ്. നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. പച്ചക്കറികൾ നട്ടെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.